കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്രഞ്ചി ബേക്കണൊക്കെ ചേർത്തിട്ടുള്ള പൊട്ടറ്റോ സാലഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ 3 വലിയ പൊട്ടറ്റോ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ക്ലീൻ ചെയ്ത പൊട്ടറ്റോ സ്കിന്നെല്ലാം കളഞ്ഞ് മാറ്റി റെഡിയാക്കി വെക്കുക. ഞാൻ 3 പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ കുറച്ച് വലുതായിട്ട് വേണം മുറിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പം നമുക്കിങ്ങനെ ഒരു ഫോർക്കും കൊണ്ട് കുത്താവുന്ന കുറച്ച് വലിയ പീസായിട്ട്, ഏകദേശം ഒരു 1/2 ഇഞ്ച് പീസായിട്ട് മുറിച്ചാൽ നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞും പോകത്തില്ല, കഴിക്കാനും എളുപ്പമുണ്ടാവും. അങ്ങനെ നമുക്ക് പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് അരിഞ്ഞ് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സവാള, 3 വലിയ പൊട്ടറ്റോ പുഴുങ്ങിയതാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സവാള കുഞ്ഞതായിട്ട്, വളരെ കുഞ്ഞതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അത് റെഡിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഇടാനായിട്ട് ഞാനിപ്പം ഇതിനകത്ത് റെഡ് ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവും ആണ്, അതായത് റെഡ് പെപ്പേഴ്സ്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർഡ് വെജിറ്റബിൾസ്, ഫ്രഷായിട്ട് കഴിക്കാവുന്ന വെജിറ്റബിൾസ്, അതായത് ഫ്രഷ് കോണൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഞങ്ങളുടെ ഒരു വേർഷനിലാണ് കാണിച്ചു തരുന്നത്. അപ്പം അതിനകത്ത് റെഡ് ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവും അതും ചെറിയ ചെറിയ ക്യൂബ്സായിട്ട്, ഉള്ളിയൊക്കെ അരിഞ്ഞ പോലെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിനകത്ത് ബേസിൽ ലീവ്സും ഒന്ന് അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഇത് ബേക്കണാണ്. ബേക്കൺ നമുക്ക് ചിക്കൻ്റെ ഉണ്ട്, പോർക്കിൻ്റെ ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ പോർക്കിൻ്റെ ബേക്കണാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിനെ നമുക്ക്, ഇതിപ്പോൾ അധികം ഫാറ്റ് ഇല്ലാത്ത പോർക്കിൻ്റെ ബേക്കണാണ്. അപ്പോൾ അതിന് അതും ഈ നമ്മൾ റെഡ് ക്യാപ്സിക്കൊക്കെ അരിഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് വേണം അതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അത് ഒരു ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് നമുക്കതിനെ മുറിച്ച് റെഡിയാക്കി ഒരു സൈഡിലോട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ പ്രോസസ്സിലോട്ട് പോവാം. അപ്പം ഞാനൊരു പാനിൽ, ഇതധികം ഞാൻ പറഞ്ഞല്ലോ അധികം ഫാറ്റ് ഇല്ലാത്ത ബേക്കൺ ആയതുകൊണ്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചെറുതായിട്ട് അരിഞ്ഞ ബേക്കണെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും നല്ല മൊരിഞ്ഞ് ക്രിസ്പാവുന്നവരെ അതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഹൈ ഹീറ്റിൽ തന്നെ ചെയ്താൽ നമുക്കതിനെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൊരിയിച്ചെടുക്കാൻ പറ്റും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എൻ്റെ ബേക്കൺ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല ആ എണ്ണയൊക്കെ കംപ്ലീറ്റ് വറ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള ബേക്കൺ ക്യൂബ്സ് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ബേക്കണിനെ നമുക്ക് ആ പാനിൽ നിന്നൊന്ന് മാറ്റണം. പാനിൽ നിന്ന് മാറ്റി ഞാനൊരു പ്ലേറ്റിലോട്ട് വെച്ചു. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ, ലെഫ്റ്റ് ഓവർ ഓയിലുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഓയിൽ ആഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് സവാള അധികം ഒന്നും ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അതായത് അങ്ങനെ ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ പൊട്ടറ്റോയിലോ സവാളയിലോട്ട് തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് കുറച്ച് വലുതായിട്ട് അരിഞ്ഞ് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് നമുക്ക് സീസൺ ചെയ്യണം, കുറച്ച് സോൾട്ടൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയാലും കുറച്ചും കൂടെ സോൾട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സോൾട്ടും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് പാൻ കൊണ്ട് തന്നെ ഇങ്ങനെ ടോസ് ചെയ്തെടുത്താൽ എല്ലായിടത്തോട്ടും ആ സവാളയും ഉപ്പിൻ്റെ ടേസ്റ്റും എല്ലാം ആ പൊട്ടറ്റോയിലെല്ലാം പിടിച്ചോളും. അപ്പോൾ ഇങ്ങനെ പാൻ കൊണ്ടൊന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ അതെല്ലായിടത്തോട്ടും ഒത്തിരി അങ്ങ് മിക്സ് ചെയ്ത് അതിനെ പൊട്ടറ്റോ ഉടച്ച് കളയരുത്. മല്ലേ പൊട്ടറ്റോ പീസസായിട്ട് തന്നെ എടുക്കണം. അതിങ്ങനെ ഫ്രൈ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ ഓണിയൻ സോട്ട് ഇതിനകത്ത് ചൂടായാൽ മതി. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളക്, എരിവിനനുസരിച്ച്, ഇപ്പോൾ എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം കുറച്ച് എരിവ് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചമുളകും ആഡ് ചെയ്തെടുത്തു. പിന്നെ ഇതിനകത്ത് ആപ്പിൾ സൈഡർ വിനീഗറും നമ്മൾ ഒലിവ് ഓയിലുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിംഗ് ബൗളിൽ ഞാൻ ആദ്യം കുറച്ച് മസ്റ്റേർഡ് പേസ്റ്റ്, ആപ്പിൾ സൈഡർ വിനീഗർ, ഒരു പിഞ്ച് പഞ്ചസാര, പിന്നെ ക്രഷ്ഡ് പെപ്പർ ക്രഷ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഒലിവ് ഓയിൽ, ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആവശ്യം വരും. അതും ഇട്ടിട്ട് പിന്നെ 2-2.5 ടേബിൾ സ്പൂൺ മയോണൈസും ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. കറക്റ്റ് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടോസ് ചെയ്ത് വെച്ചേക്കുന്ന അത് ഒന്ന് ചൂടോടെ ആഡ് ചെയ്യരുത്, ഒന്ന് തണുത്ത് കഴിയുമ്പം നമുക്ക് ഈ ഡ്രസ്സിങ്ങിലോട്ട് ആ പൊട്ടറ്റോയും ഓണിയനും ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ബേക്കൺ നമ്മളിപ്പോൾ ഇട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ബാക്കി നമുക്ക് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച കളേർഡ് ക്യാപ്സിക്കവും അതിനകത്ത് ഇട്ട് കൊടുക്കാം.
അതിന് ബേസിലിട്ട് കൊടുക്കാം. ബേസിലും ചെറുതായി ഇതൊക്കെ ഫ്രഷ് ആയിട്ട് ഇടുന്നതാണ് നല്ലത്. നമ്മൾ പൊട്ടറ്റോയും ബേക്കണും ഒണിയനും മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഫ്രഷ് ആയിട്ട്. പിന്നെ ഒരു ഗാർണിഷിന് വേണ്ടി കുറച്ച് സ്പ്രിംഗ് ഒണിയനും ഞാൻ റെഡിയാക്കി അരിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റ് ചെയ്യാം. ഇത് ആസ് സച്ച് ഇങ്ങനെ തന്നെ നമുക്ക് ഒരു ഐസ്ബർഗ് ലെറ്റ്യൂസ് വെച്ചിട്ട് നമുക്കത് പ്ലേറ്റ് ചെയ്തെടുക്കാം. ഇത് മാത്രം കഴിച്ചാൽ മതി, വയറ് നിറയും. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും പെർഫെക്റ്റ് ഡിന്നറായി. അപ്പോൾ എല്ലാവരും